കടം വന്ന് നശിച്ചവരും ജീവിതത്തിൽ എല്ലാ തരത്തിലും വഴിമുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ ജീവിതമാകെ ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തരത്തിലും വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ജോലിയില്ല, സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്നും കഷ്ടി മുഷ്ടി എന്നുള്ള തരത്തിൽ നിന്നും കരകയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പൂജയോ മന്ത്രമൊന്നുമില്ലാതെ ജീവിതം ഒരു വഴിക്കെത്തിക്കാനും ആഗ്രഹം സാധിപ്പിക്കാനും പറ്റുന്ന ഒരു അമൂല്യമായ ഒരു കാര്യമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർന്ന വിഷമടി. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ജ്യോതിഷപരമായിട്ടും വൈദ്യപരമായിട്ടും മാന്ത്രികപരമായിട്ടും. അപ്പോൾ വീഡിയോ ചെയ്യുന്നത് അല്ല, അതെന്റെ തൊഴിലും കൂടിയാണ്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. വീഡിയോ ചെയ്യുന്നത് ഈ 3 കാര്യവും, അതുപോലെ തന്നെ പല പല കാര്യങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്യും. പക്ഷേ എന്റെ തൊഴിൽ എന്ന് പറയുന്നത് വൈദ്യനാണ്. ഞാൻ ജ്യോതിഷം നോക്കുന്നുണ്ട്. വലിയ പണ്ഡിതനല്ല, എന്നാലും ജ്യോതിഷം നോക്കും. എന്നാല് പൂജ, ക്ഷേത്രങ്ങൾ, കർമ്മങ്ങൾ, മാന്ത്രികം. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ വഴിമുട്ടിക്കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് ഈ 3 മേഖലയിലുള്ള ആളുകൾ വിളിക്കും. അപ്പൊ പല ആൾക്കാരും ഇനി മരിക്കുകയാണ്, ജീവിക്കാൻ ഒരു വഴിയില്ലാന്നുകൊണ്ട് വിളിക്കും. ചിലർ കടം വന്ന് മാർഗമല്ലാതെ മരിക്കുകയെന്ന് പറയും. ചിലർ മാനക്കേട് കൊണ്ട് മരിക്കുകയെന്ന് പറയും. ചില ആൾക്കാർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കണില്ല, അതുപോലെ തന്നെ എത്ര പണിയെടുത്ത് കരകയറുന്നില്ല, കടാണ്, അതുപോലെ തന്നെ പണിയില്ല, രക്ഷപ്പെടാൻ പറ്റുന്നില്ല, കുടുംബത്തിലെ കലഹം, മാനസിക സംഘർഷം, അതുപോലെ ഭാര്യ പറഞ്ഞാൽ കേൾക്കണില്ല, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു വീടിനോട് ബന്ധപ്പെട്ട് ഒരു ഗൃഹനാഥൻ തരണം ചെയ്യേണ്ടി വരുന്ന പല പല പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവർക്ക് പറ്റാതെ വരുമ്പോൾ അവരാണ് നമ്മളെ വിളിക്കുക. ഇതൊക്കെ നേടിയെടുക്കാൻ വന്നോടത്ത് കാണാം എന്നുള്ള ചിന്ത ഉള്ള ആൾക്കാർ മറ്റൊരു സൊല്യൂഷന് പോവാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർ തന്നെ തീരുമാനിക്കും. പക്ഷേ ഇതിനൊന്നും പറ്റാത്ത ആളുകൾ നമ്മളെ വിളിക്കും. അപ്പൊ അവർക്ക് ഇത് എങ്ങനെ സാധിപ്പിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നടത്തണം, അത് യാതൊരു സംശയവുമില്ല. ദൈവങ്ങളായിക്കോട്ടെ, ഈ പ്രകൃതിയുടെ ശക്തി ആയിക്കോട്ടെ, ഇതൊക്കെ അതിൻ്റെതായ പവർ നമ്മളിലേക്ക് ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഒന്നാമത്, ഒരു മരുന്ന് കഴിക്കുമ്പോൾ അത് രോഗത്തിന് മരുന്ന് തന്നെ കഴിക്കണം. രോഗമാണെന്ന ചിന്തയാണ് നമ്മൾ മന്ത്രം കൊണ്ട് മാറ്റുക. രോഗമല്ല, പക്ഷെ ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ, മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമാണെങ്കിൽ അത് പൈശാചികപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെ കൊണ്ടുവരും, അത് രോഗമായിട്ടും വരും. അപ്പോൾ രോഗത്തിന് മരുന്ന് കഴിക്കുക, ഇതിന് ഈ വക കാര്യം ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ നമുക്കൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷെ അത് നമുക്കൊരു ആഗ്രഹമായിട്ട് അവിടെ കിടന്നാൽ പോരാ, നമ്മളതിന് പ്രയത്നിക്കും വേണം, അതിന് ചിന്തിക്കും വേണം. അങ്ങനെ ഈ വീടും നമ്മളും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പ്രകൃതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് അത് നമ്മളിലെ മനസ്സിലൂടെ, നമുക്ക് മനസ്സിലെ മോഹങ്ങൾ അത് സാധിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ആഗ്രഹമായിട്ട് അവിടെ കിടക്കുകയാണ്. പക്ഷെ അത് കിടക്കുന്ന മാത്രം പോരാ, അതിന്റെ പ്രയത്നത്തിനോടൊപ്പം തന്നെ ഈ സംഗതി നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്നത്. ഇത് പ്രകൃതി ശക്തിയാണ്. നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പണമുണ്ടായിട്ട് ഇത് സാധിപ്പിക്കാത്ത ആൾക്കാർ, ഇപ്പൊ നല്ല സൗന്ദര്യം ഉണ്ടായിട്ട് കല്യാണം കഴിയാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ഒരു കേടുമില്ലാത്ത ആൾക്കാർക്ക് കുട്ടികളുണ്ടാവില്ല. ഈ ഭാര്യയും ഭർത്താവുമാണ്, അവർക്ക് ഒരു പ്രശ്നമില്ല, കുട്ടികളുണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ആഗ്രഹമുണ്ട്, മാർഗമുണ്ട്, നടക്കണില്ല. അന്ന് ആഗ്രഹമുണ്ട്, ഒരു മാർഗമല്ല. ഈ മാർഗം നമ്മളിലേക്ക് വന്നു ചേരലാണ് ഈ പറയുന്ന കാര്യം. അത് നിങ്ങളുടെ ആഗ്രഹം എന്തായിക്കോട്ടെ, സ്ഥലം മേടിക്കലോ, വീട് മേടിക്കലോ, വിവാഹം കഴിക്കലോ, അതുപോലെ തന്നെ സമ്പാദിക്കലോ, അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലുള്ള മോഹങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു സാധാരണക്കാരനെ, ഒരു മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ വിശക്കുന്നതിന് കഴിക്കാനും കിടക്കാനും ഒരു സ്ഥലം മാത്രമാണ് വേണ്ടൂ. അതിന്റെ മേലേക്കുള്ളതൊക്കെ മോഹങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എവിടെ വേണമെങ്കിലും കിടക്കാം, ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടും കിടക്കാം, 2 നിലയിലും കിടക്കാം, മാർബിൾ ഇട്ട് കിടക്കാം, ഗ്രാനൈറ്റ് ഒഴിച്ച് ചേർക്കാം, എന്ത് വേണമെങ്കിലും വേസി വെച്ചിട്ടൊക്കെ കിടക്കാം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ. ജനറലായിട്ട് നമുക്ക് എന്താണ്, ഒരു ഉണ്ണാനും കിടക്കാനും. വിശപ്പ് എന്ന് പറയുന്നത് ഒരു മാരകമായ സംഭവമാണ്. അപ്പൊ അതിന് വിശന്നിട്ട് ഒന്നും നടക്കില്ല. അപ്പൊ വിശക്കുന്നതിന് കഴിക്കാനും ഉറങ്ങാനൊരു സ്ഥലം ഇത്രേ വേണ്ടു. പക്ഷെ അതിന്റെ മേലെ ഞാനടക്കമുള്ള ആൾക്കാർ എന്തൊക്കെ മണിമാളിക പണിതിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ മോഹങ്ങളാണ്. അതുപോലുള്ള മോഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതാണ് ഓരോരുത്തരുടെയും പ്രശ്നം. ആ പ്രശ്നം നമുക്ക് എങ്ങനെ സാധിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
നിങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ മോഹം സാധിപ്പിക്കണം. മനസ്സിലത്തെ മോഹമാണ് സാധിപ്പിക്കേണ്ടത്. അത് നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ ആ മോഹം സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അതുമായിട്ട് ബന്ധം വരണം. ഈ ബന്ധം വരണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു സ്ഥലത്തേക്ക്, കേന്ദ്ര ബിന്ദുവിലേക്ക്, പോയിന്റിലേക്ക് നിർത്താൻ നമുക്ക് കഴിയണം. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മനസ്സിലെ ചിന്തയെ ഈ രണ്ട് പുരികത്തിൻ്റെ നടുക്കിലേക്ക് ഏകാഗ്രമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ പറ്റുമ്പോഴാണ് നിങ്ങൾക്ക് എന്തും ഈ പ്രകൃതി നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ബുദ്ധി, കഴിവ്, ആകർഷണം, വശ്യം ഒക്കെ ഈ പ്രകൃതിയുടെ പവർ നമ്മളിലേക്ക് ഉണ്ടാവുക. ഇതൊരു കഴിവാണ്. കഴിവെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റൊരാൾക്ക് അത് പറ്റുമെങ്കിൽ നമുക്ക് എന്താ പറ്റാത്തത്? അയാൾക്ക് പറ്റാൻ അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതെന്താ? പണത്തിൻ്റെ അല്ല, ഈ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമ്മളിലേക്ക് അത് ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മളിലില്ല. അപ്പം നമ്മൾ തന്നെയാണ്, നമ്മുടെ മൈൻഡാണ്, നമ്മളെ ചിന്താഗതിയാണ്, നമ്മളെ കാഴ്ചപ്പാടാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പം നമ്മുടെ മോഹം സാധിക്കാനുള്ള കാഴ്ചപ്പാടും ആഗ്രഹവും ആ വഴികളും ബുദ്ധിയൊക്കെ തുറക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായ ഒരു ബിന്ദുവിലേക്ക് നിർത്താൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അന്ന് മുതൽ നമ്മുടെ കാര്യം നടക്കാനുള്ള വഴി തെളിയും. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ 2 ദിവസം ശ്രമിച്ചിട്ട് വിട്ടുകളയും. അതന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും. ഒക്കെ പരിശ്രമിക്കും, വേണ്ടാന്ന് വെക്കും. ഈ പരിശ്രമം അവിടെ ചെന്ന് അവസാനിക്കുന്നില്ല. അത് നേടിയെടുക്കുന്നത് വരെ നമ്മൾ ശ്രമിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് പറ്റും, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് പറ്റും. അങ്ങനെ അത് ഒരൊറ്റ ദിവസം കൊണ്ട് പറ്റൂല. ആ ഇരിക്കുന്ന സമയത്ത് പല പല ചിന്തകൾ, പല മോഹങ്ങൾ, പല പല പ്രശ്നങ്ങൾ വന്നിങ്ങനെ മാഞ്ഞു പോയിട്ട് നമ്മൾ എന്തിനാണോ ഒരു പ്രകാശഗോളത്തെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രകാശഗോളം ഇവിടെ തെളിഞ്ഞു വരുന്ന നേരം വരുമ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതും നമുക്ക് ആഗ്രഹമുള്ളതും ഈ പ്രകൃതിയിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള കഴിവ്, ബുദ്ധി, അറിവ്, തൻ്റെ ഇടം, അതുപോലെ തന്നെ എല്ലതും നമ്മളിൽ വളർന്നു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ജോലിയിലേക്കോട്ടെ, ഒരു ജോലി ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഇതുപോലെ ഏകാഗ്രമായിട്ടിരിക്കുന്നവരാണ്. ഇത് എന്താ പറയുക, ഇതൊക്കെ ഒരു മൈൻഡ് സ്റ്റേലുണ്ട് കുറേ ആൾക്കാർ. കാരണം ചില ചിന്തകളെ കുറിച്ചിട്ടും പ്രകൃതിയെ കുറിച്ചിട്ടും നമ്മളെ അവബോധത്തെ കുറിച്ചിട്ടും ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുക എന്ന് പറയുന്ന സാധാരണക്കാരന് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ചിന്തയുടെ അന്തർധാരയുടെ നിഗൂഢതയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മൈൻഡിൻ്റെ നമ്മളെ എന്താണ് കോൺസെൻട്രേഷൻ്റെ അതിൽ നിന്നും എടുത്ത് അത് ചികഞ്ഞെടുത്തുള്ള ആ ബിന്ദുവിലേക്ക് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ സാധനം എന്നൊക്കെയാണ് അവർ പറയുക. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് നല്ല സാധാരണക്കാരന് മനസ്സിലാവില്ല. പക്ഷേ ഇതൊക്കെ ചിന്തിച്ചങ്ങനെ വലിയൊരു ജ്ഞാനായിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഗൃഹസ്ഥൻ എന്നൊരു കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് മക്കളെ വയറെന്നറിയണം, ആ കുടുംബം ഉടുക്കാനും കിട്ടണം, നമ്മളെയും പ്രശ്നങ്ങൾ തീരണം, നമ്മൾക്കൊരു മാന്യമായ രീതിയിൽ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനുള്ള പങ്കപ്പാടാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണത്. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം. എത്താൻ പറ്റാത്തവർക്ക് ആ ഒരു കഴിവ് ഉണ്ടാവാനാണിത്. അത് എന്താന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ്. ഇതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും ആൾക്കാരുടെയൊക്കെ നമ്മൾ ഈ ഒരു ഏകാഗ്രമായിട്ട് പല ആശ്രമങ്ങൾ കണ്ടില്ലേ, അത് അവിടെയൊക്കെ ധ്യാനിച്ചിരിക്കുന്നത്. ഈ ധ്യാനം എന്ന് പറയുന്ന ഒരു പരിപാടിയാണിത്. അതാണ് ആൾക്കാർ പറയും എന്താണ് മെഡിറ്റേഷൻ എന്ന് പറയും. ഇതൊക്കെ തന്നെ ഈ കാര്യം എന്താണ്, നമ്മളെ മനസ്സിനെ ഏകാഗ്രമായ ഒരു സ്ഥലത്തേക്ക് നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുക. അതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇത് പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ പലരും മരിക്കണം, ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്ത് മാനക്കേട് വന്നാലും വന്ന് നാട്ടിൽ വന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും എല്ലാം നടക്കണതാണ്, പിന്നെ അത് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണ് അതിന് തരണം ചെയ്യാൻ മനക്കരുത്തില്ലാത്തതാണ്. ആ മനക്കരുത്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കാൻ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുക. ഈ ഒരു ദൈവത്തിനെ വിളിക്കേണ്ട, ഒരാളെയും വിളിക്കേണ്ട, ഒരു സ്വാമിനെ വിളിക്കേണ്ട, പള്ളീനെ വിളിക്കേണ്ട, ഒരു മതമല്ല, ഒന്നുമില്ല. വെറുതെ കണ്ണടച്ചിരുന്ന് നിന്റെ ചിന്തയെ ഇങ്ങനെ മാത്രമായിട്ട് ഇരിക്കുക. ആ ഒരു പ്രകാശഗോളമായിട്ടിരിക്കുക. അല്ലെങ്കിൽ നിന്റെ മതവിശ്വാസത്തിന്റെ ഏതെങ്കിലും ദേവനെ രൂപത്തിലിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടും ഫലമുണ്ടാവും എന്നുള്ളതിൽ സംശയമല്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് പറയാം. നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങളുടെ അനുഭവം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
സബ്സ്ക്രൈബ് ചെയ്താൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.